ഇന്ന് എപ്പി സ്പെഷ്യലാണ്. ചിക്കൻ മെഹബൂബ്. ഇത്ര ഐറ്റം ഇതൊക്കെ ശരിക്കും നോക്കിയോട്ടെ. ഇനി ഉണ്ടാക്കണ വിധമൊന്നും പറഞ്ഞാൽ എനിക്ക് അറിയില്ല. തുടക്കമല്ലേ, വെക്കണതല്ലാട്ടോ തുടക്കം. ഈ സംഭവം കറിയൊക്കെ എക്സ്പേർട്ടാണ്. അപ്പോൾ പരിപാടിയിലേക്ക് കടക്കാം നമുക്ക്. ഓക്കെ, സവാള, ക്യാപ്സിക്കം, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ വേണ്ട ചിക്കൻ. ഓക്കെ, ഫസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടേക്കാം കേട്ടോ. ബ്രൗൺ ആവാനൊന്നും നിൽക്കണ്ട. ഇത് ഓക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മുളക്, ക്യാപ്സിക്ക ഐറ്റംസ് അതും അങ്ങോട്ട് വിതറി. ക്യാപ്സിക്കം ഒന്ന് വാടിയൊക്കെ വരുമ്പോഴത്തേക്കും ചിക്കൻ ഡയറക്റ്റ് ഇട്ട് കൊടുത്തോളണം. ഒരു ഇതാ ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യലാണ്, എപ്പി സ്പെഷ്യലാണ്. ലാസ്റ്റ് അറിയാൻ പറ്റും. അവതരണമൊക്കെ ഇപ്പോൾ ഒരു ഇച്ചിരി സീനായിരിക്കും. സ്റ്റാർട്ടിങ് അല്ലേ. ഇപ്പം എൻ്റെ പ്രേക്ഷകർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാണ്ട് എന്താ പറയുക. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ, എപ്പി സ്പെഷ്യൽ ചിക്കൻ മെഹബൂബ്. ഓക്കെ, ഈ പണിയുണ്ട്, ഒക്കെ സെറ്റാക്കി തരാം. കണ്ടോ ഇത് ലാസ്റ്റ്. ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഏതൊരു കൂട്ടുകാരൻ ചോദിക്കണ്ടായി, ചെമ്മീൻ ഈർക്കിലി കോർത്ത് തരുമെന്നാ, അതിൻ്റെ വീഡിയോ ഇടുമെന്നൊക്കെ. ഒക്കെ സെറ്റാവും. നോക്കട്ടെ എങ്ങനെയാണ് ചാനൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണമെന്നുള്ളതൊക്കെ. ഒക്കെ കഴിഞ്ഞ് കളി കിടക്കണുള്ളൂ ഇതിൽ. ഓക്കെ, നമുക്ക് പരിപാടി നോക്കട്ടെ ആദ്യം. ഓക്കെ, അപ്പോൾ സംഭവം ഇതിങ്ങനെ ആവണം. അതായത് ആ ഗാർലിക്കിൻ്റെ, ജിഞ്ചറിൻ്റെയൊക്കെ ഐറ്റം ചിക്കൻ്റെയൊക്കെ അവിടെ പിടിച്ചിട്ടുണ്ടല്ലോ. ചിക്കൻ ചെറുതായിട്ടൊന്ന് ഒരു പൊടിക്ക് ഒന്ന് കരിഞ്ഞ് കിട്ടണം. ഒരു പൊടിക്ക് കിട്ടണം, ഒരു ബ്രൗണ് ആ ഒരു പരുവാക്കി കിട്ടിയാലാണ് മെയിൻ ഐറ്റം അതിൽ നിന്നാണ് കിടക്കുന്നത്. ഈ പരുവുണ്ടോ അത് പോയാൽ പണിയാണ്. അതിൽ കിടന്നിട്ട് അങ്ങനെ അങ്ങോട്ട് സെറ്റാവണം. ഇത് തന്നെ ബാക്കി കഴിയും. ഓക്കെ, പേര് മറക്കണ്ട, മെഹബൂബ്. ഇതാണ് സംഭവം. അതായത് അതല്ല, നമ്മ ചിക്കനിലേക്ക് സവാള ഇട്ട് ഒന്ന് വഴറ്റി ബ്രൗണായ ഒരു ഇതൊക്കെ ചിക്കനും സെറ്റായി, അതും സെറ്റായി. പിന്നെ ഈ തക്കാളി ഇടണം. അത് കഴിഞ്ഞ് ഈ പൊടി ഐറ്റംസൊക്കെ. ലാസ്റ്റ് കുരുമുളക്, പിന്നെ മല്ലിയില, പുതിന അതൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും സംഭവം സെറ്റായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചിങ്ങോട്ട് എടുക്കാം. മെഹബൂബ് അല്ലട്ടത്. മെഹബൂബ് ഇനി പിന്നെ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇത് സാധാ നോർമലി പിള്ളേർക്കൊക്കെ കഴിക്കാൻ പറ്റും. വലിയ എരിവുണ്ടാവില്ല. എരിവില്ലാത്ത മുളകൊക്കെ ഇട്ടാണ് പണി കൊടുക്കാൻ പോണത്. ഈ സാധനം എരിവില്ലാത്ത ഒരു പൊടിക്കിട്ട് കുരുമുളക് ഇച്ചിരി സെറ്റാക്കി ഇടും. അപ്പോൾ അടുത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ പൊടി ഐറ്റംസൊക്കെ ഇട്ട് ഇതേ വരുവായി. ഒരു 2 മിനിറ്റ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ തക്കാളി ഇടണം. തക്കാളി ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഒന്ന് സെറ്റാക്കി വെക്കണം.
ഇപ്പോൾ നമ്മൾ തക്കാളിയും ഇട്ട് ഏതാണ്ടും ഒരു 80% ഓക്കെ ഉണ്ട്. ഇച്ചിരി പണിയുണ്ട്. അപ്പം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം ശരിയായി. പിന്നെ ഒരു ഇച്ചിരി മല്ലിയിലയും പുതിനയും, പിന്നെ ഒരു ഇച്ചിരി കുരുമുളകും അതിൻ്റെ പൊടി. ഇത് ഞാൻ ആ ചിക്കനും തക്കാളിയും എല്ലാം ഇട്ടൊന്ന് സെറ്റാക്കി വഴറ്റി റെഡിയാക്കി. എനിക്കറിയില്ല കേട്ടോ, വഴറ്റിയാണ് അല്ല മിക്സ് ചെയ്ത് ഒരു ഇതൊക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിക്കാൻ, അതും ഒഴിച്ചൊന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് ഇതുണ്ടോ കുരുമുളകും മല്ലിയിലയും പുതിനയൊക്കെയാണ്, അതും കൂടി അങ്ങോട്ട് വാരി വിതറും. സാധനം സെറ്റ്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. നല്ല പരിപാടിയാണ്, പക്ഷെ ഒരു ഇച്ചിരി സമയം പോവും. അടിപ്പം ഫുഡും കഴിക്കാം ഒരു ഇച്ചിരി സമയം മാറ്റി വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഫൈനലി ലാസ്റ്റ് സംഭവമൊക്കെ എപ്പി സ്പെഷ്യൽ ഇന്നത്തെ ദിവസം. ഒന്നേന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. ഓക്കെ, ഉണ്ടാക്കാൻ സ്പെഷ്യലൊന്നുമല്ല, എല്ലാവരും കല്യാണത്തിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയേക്കണം. ഒരു ഇച്ചിരി നെയ്ച്ചോറുണ്ട്, ദേ ഇരിക്കണം. അതിൻ്റെ